നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 437th day. Today 38th day. Today 6th chapter 38th sloka. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 438 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. ആസൂര്യോദയമാരഭ്യ സാർദ്ധത്രിപഹരാന്തകം വാജനീയ കഥാസാമ്യം ധീരഖണ്ഡം സുധീമത. ആസൂര്യോദയമാരഭ്യ സാർദ്ധത്രിപഹരാന്തകം വാജനീയ കഥാസാമ്യ ധീരഖണ്ഡം സുധീമത. ഓം തത്സത്. വായിക്കുവാനുള്ള കാലങ്ങളും നിയമങ്ങളുമൊക്കെ പറഞ്ഞു തരികയാണ്. സൂര്യോദയം മുതൽ 3:30 യാമം കഴിയുന്നതുവരെ ശ്രീമദ് മഹാഭാഗവതം വായിക്കാം എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം ഒരു 6 മണി മുതൽ. സൂര്യോദയം ഓരോ സമയത്തും മാറിയിട്ടുണ്ടാകും. ഏകദേശ സമയം 6 മുതൽ സൂര്യാസ്തമനം 6 വരെയാണ് വായിക്കുവാനുള്ള നല്ല സമയമായിട്ട് പറയുന്നത്. ഓരോ നിയമങ്ങളും പറഞ്ഞു തരികയാണ്. നല്ല ശബ്ദമായിരിക്കണം. ബുദ്ധിമാനും പണ്ഡിതനുമായിട്ടുള്ള ആളായിരിക്കണം വായിക്കേണ്ടത്. ഭയങ്കര ഉച്ചത്തിലോ ഭയങ്കര ശബ്ദമില്ലാതെയോ താഴ്ന്ന ശബ്ദത്തിലോ വായിക്കരുത്. നല്ല മധ്യമമായിട്ടുള്ള ശബ്ദത്തോടു കൂടി വായിക്കണം. എന്നാൽ ധീരഖണ്ഡം അംഗീകരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ധീരഖണ്ഡത്തോടു കൂടി, അതായത് സാന്ദ്ര ഗംഭീരമായിട്ടുള്ള ശബ്ദം. ഉച്ചവും നീചവുമല്ല, എന്നാൽ ഗംഭീരമായിട്ടുള്ള ശബ്ദം നല്ലതാണ്. അത് വക്താവിനും ശ്രോതാക്കൾക്കും ആനന്ദം ജനിപ്പിക്കും എന്നാണ് പറയുന്നത്. വായിക്കുന്നത് എപ്രകാരമായിരിക്കണം എന്നെല്ലാം കൂടി സനകാദികൾ പറഞ്ഞു തരികയാണ്. നല്ല മൃദുവായ ശബ്ദത്തോടു കൂടി എന്നാൽ ഗംഭീരമായിട്ട് വായിക്കണം. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ വായിക്കാവുന്നതാണ്. അതായത് സൂര്യോദയം മുതൽ ത്രിപഹരാന്തകം 3:30 യാമം കഴിയുന്നതുവരെ വായിക്കാം എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ആസൂര്യോദയമാരഭ്യ സാർദ്ധത്രിപഹരാന്തകം വാജനീയ കഥാ സമ്യക് ധീരഖണ്ഡം സുധീമത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.